ഹലോ ഓൾ, എങ്ങനെയാണ് മഴയും മഞ്ഞും ഉണ്ടാകുന്നത് എന്ന് ആനിമേഷൻ്റെ സഹായത്തോടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എല്ലാം തുടങ്ങുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യപ്രകാശം ഭൂമിയിലെ വെള്ളത്തിൽ തട്ടുമ്പോൾ സൂര്യൻ്റെ ചൂട് കാരണം ആ വെള്ളം ചൂടാകാൻ തുടങ്ങുന്നു. ഇങ്ങനെ ചൂടായ വെള്ളം ബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പറായി മാറുന്നു. വെള്ളം വാതകമായി മാറുന്ന ഈ പ്രക്രിയയെ ബാഷ്പീകരണം അല്ലെങ്കിൽ എവാപ്പറേഷൻ എന്ന് വിളിക്കുന്നു. വാതകങ്ങൾക്ക് ദ്രാവകങ്ങളെക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ട് വാട്ടർ വേപ്പർ ആകാശത്തേക്ക് ഉയരുന്നു. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മേലേക്ക് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരും. കൂടാതെ അന്തരീക്ഷത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചെറിയ പൊടിപടലങ്ങൾ, പുക, ഉപ്പ്, പൂമ്പടി എന്നിവയൊക്കെ. ഇവയെ കണ്ടൻസേഷൻ ന്യൂക്ലിയേ എന്ന് വിളിക്കുന്നു. മേലേക്ക് ഉയർന്നു വന്ന വാട്ടർ വേപ്പർ തണുക്കുമ്പോൾ അവയ്ക്ക് ഒട്ടിപ്പിടിക്കാൻ ഈ ചെറിയ കണികകളുടെ ആവശ്യമുണ്ട്. വാട്ടർ വേപ്പർ ഈ കണികകൾക്ക് ചുറ്റും ഒത്തുചേരുകയും തണുപ്പ് കാരണം വീണ്ടും ചെറിയ ജലത്തുള്ളികളായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ വാട്ടർ വേപ്പർ ലിക്വിഡായി മാറുന്ന പ്രക്രിയയെ കണ്ടൻസേഷൻ എന്ന് പറയുന്നു. ഇത് ബാഷ്പീകരണത്തിന് നേർ വിപരീതമായ പ്രക്രിയയാണ്. ഈ ജലത്തുള്ളികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അത്രയ്ക്ക് ചെറുതായിരിക്കും. ഇങ്ങനെ ലക്ഷക്കണക്കിന് ജലത്തുള്ളികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ജലത്തുള്ളികളുടെ ഒരു കൂട്ടമായി മാറുന്നു. അപ്പോൾ നമ്മൾ കാണുന്നതാണ് മേഘം. മേഘങ്ങൾക്കുള്ളിൽ വെച്ച് ഈ ജലത്തുള്ളികൾ നിരന്തരം പരസ്പരം കൂട്ടിയിടുകയും വലിപ്പവും ഭാരവും കൂടുകയും ചെയ്യുന്നു. ഒടുവിൽ താങ്ങാൻ കഴിയാത്തത്ര ഭാരമാകുമ്പോൾ അവ താഴേക്ക് പതിക്കുന്നു. ഇതാണ് മഴ. മേഘങ്ങളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുന്നതിനെ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നു. മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്രക്കിടയിലും ജലത്തുള്ളികൾ പരസ്പരം കൂട്ടിയിടിച്ച് വലിപ്പം വയ്ക്കുന്നുണ്ട്. ഭൂമിയിലെത്തുന്ന ഓരോ മഴത്തുള്ളിയും ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ചെറിയ ജലത്തുള്ളികൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അന്തരീക്ഷത്തിലെ താപനില ചൂടുള്ളതാണെങ്കിൽ ഈ ജലത്തുള്ളികൾ ദ്രാവക രൂപത്തിൽ തന്നെ തുടരുകയും മഴയായി പെയ്യുകയും ചെയ്യും. എന്നാൽ അന്തരീക്ഷം വളരെ തണുപ്പുള്ളതാണെങ്കിൽ, അതായത് ബിലോ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ആണെങ്കിൽ, മേഘങ്ങൾക്കുള്ളിലെ ജലത്തുള്ളികൾ ഐസ് ക്രിസ്റ്റൽസായി മാറും. ഈ ഐസ് ക്രിസ്റ്റൽസ് പതുക്കെ പരസ്പരം ചേർന്ന് സ്നോഫ്ലേക്സ് എന്ന മനോഹരമായ രൂപങ്ങളായി വളരുന്നു. അവയ്ക്ക് ആവശ്യത്തിന് ഭാരമാകുമ്പോൾ മഴയ്ക്ക് പകരം മഞ്ഞായി അവ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഓരോ സ്നോഫ്ലേക്കും ഇത്തരത്തിലുള്ള നിരവധി ചെറിയ ഐസ് ക്രിസ്റ്റൽസ് ഒത്തുചേർന്നാണ് ഉണ്ടാകുന്നത്. ഈ വെള്ളമോ മഞ്ഞോ ഭൂമിയിലെത്തുകയും സൂര്യൻ വീണ്ടും അതിനെ ചൂടാക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രക്രിയകളെല്ലാം വീണ്ടും ആവർത്തിക്കുന്നു. വെള്ളത്തിൻ്റെ അവസാനമില്ലാത്ത ഈ യാത്രയാണ് ജലചക്രം അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. വാട്ടർ സൈക്കിൾ വെള്ളത്തെ ഭൂമിക്കും ആകാശത്തിനുമിടയിൽ നിരന്തരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.